നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ഹെയർ ടിപ്പാണ്. ഹെയർ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നര ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. കൊച്ചു കുട്ടികളെ തൊട്ട് ഒരുവിധം എല്ലാവർക്കും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഡൈ ഉപയോഗിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ. അത് കെമിക്കൽ ഡൈ ആണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡൈയിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇന്നലത്തെ ഒരു വീഡിയോ പനികൂർക്കടയില വെച്ചിട്ടുള്ള ആ ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഡൈ ചെയ്യാണ്ട് തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയമുള്ളവർ ആ രീതിക്കൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരിയൊക്കെ നര വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. ചിലർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ ദൈവം തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും. ഒരുവിധം എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 25 ഉപ്പയുടെ മറ്റേ പാക്കറ്റ് മേടിച്ചിട്ടാണ് എല്ലാവരുടെ കാര്യങ്ങളും. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ, സമയമില്ലല്ലോ ആർക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈയിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പൗഡർ ഉണ്ട്. പലർക്കും ആ പൗഡർ, എല്ലാവർക്കും ഹെന്നാപ്പൊടി അറിയാം, അതുപോലെ നീരാമരുടെ പൊടി അറിയാം. അല്ലാതെ കാത്ത പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ ഉണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഓൺലൈനിൽ മാത്രമല്ല, ആയുർവേദ കടകളിലും നല്ലത് മേടിക്കാൻ കിട്ടും കേട്ടോ. അത് നല്ല ഇത് നോക്കിയിട്ട് മേടിക്കാം. കമ്പനിയല്ല പറഞ്ഞത്, ആയുർവേദ കടകളിൽ നിന്ന് ലോക്കലായിട്ട് പോയിട്ട് മേടിക്കരുത്. ആയുർവേദ കടയിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ അവിടെ കൂടുതൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഈ കാത്ത പൗഡർ വേണം നമുക്ക്. നമ്മുടെ മൈലാഞ്ചിപ്പൊടി വേണം. മൈലാഞ്ചിപ്പൊടി വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് തന്നെ മേടിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ പലവിധ കൂട്ടുകൾ ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സജഷൻ തരുന്നില്ല. ഞാനിവിടെ മിക്കതും മേടിക്കുന്നത് ഹെന്നാപ്പൊടി മേടിക്കുന്നത് നമ്മുടെ ആയുർവേദ കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കാത്ത പൗഡർ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് നരയില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട ഒരു വെറുതെ കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് ഉപകാരമാകുമെന്ന് അറിയാം. പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിക്ക് തല വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. മുടി മാത്രമല്ല കേട്ടോ, തലകൊട്ടി നല്ല രീതിക്ക് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുക. അതൊരു ബേബി ഷാമ്പു ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിൽ മാത്രമല്ല, നമുക്കത് പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാനായിട്ടും കിട്ടും. ഇല്ലെങ്കിൽ നല്ല മൈലൈറ്റായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് നമ്മുടെ മുടി അതുപോലെ തന്നെ തലയോട്ടി നല്ല രീതിക്ക് ഓട്ടിലൊക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ. കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുടിയുമ്പോൾ ഒരു തരി എണ്ണ എന്ന് പറയുന്ന സാധനം പാടില്ല. എന്നിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചായയിലാണ് ചെയ്യാറ് അല്ലേ. നമ്മൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂ കോഫിയിലാണ് അത് കിട്ടുകയാണെന്ന് വെച്ചാൽ അത് നല്ലത്. അപ്പോൾ അതിൽ നല്ലപോലെ തിളപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് എടുക്കുക. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഹെന്നാപ്പൊടി ഇടുകയാണെങ്കിൽ 1 ടീസ്പൂണേ കാത്ത പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. പേര് മറക്കരുത്, കാത്ത പൗഡർ. നമുക്ക് ഇതിലൊക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് കാത്ത KATHA ട്ടാ, അതാണ് അതിൻ്റെ പേര്. അത് തലയിലേക്ക് ഇടുക. 2 മണിക്കൂറെങ്കിലും വെക്കണം തലയിൽ. നമ്മൾ ബ്രഷ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഹെന്ന ചെയ്യണ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിലേക്ക് ചെയ്യാം. 2 മണിക്കൂർ മസ്റ്റായിട്ട് വെക്കണം. എന്നിട്ട് സാധാ നിങ്ങൾ കഴുകി കളയണ പോലെ കഴുകി കളയാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ഈ ബ്രൂ കോഫിയിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ നീലാമ്പരിയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ നമ്മുടെ മുടി പിറ്റേ ദിവസത്തേക്ക്, നമ്മൾ ഹെന്ന ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറിലെത്തും. അറിയാമല്ലോ, മൈലാഞ്ചി പൊടിയുടെ അതൊക്കെ വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലാക്കും ആയി കിട്ടും. ഇത് നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഇല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ ചെയ്താലും മതി. എന്നിട്ട് അതിൽ 2 ആണിയിട്ട് വെച്ചാലും മതി കേട്ടോ. 2-3 ആണിയിട്ട് വെച്ചാലും മതി. നമുക്ക് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഈ നീലാമ്പരിയുടെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം നമുക്ക് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. നീലാമ്പരിയുടെ കൂടെ ആകുമ്പോൾ ഒരു ആഷ് കളറിലേക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും നീലാമ്പരിയുടെ ആ പൊടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുക. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 2 മണിക്കൂർ നേരം തലയിൽ വെക്കണം. നല്ല ഓരോരുത്തർ ഹെന്ന ചെയ്യുമ്പോൾ 2 മണിക്കൂർ വെക്കുക എന്നുള്ളത് സദാ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. ആ രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് കൊണ്ട് നടക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മുടീനൊക്കെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 2 മണിക്കൂർ ഇത് തലയിൽ കെട്ടി വെച്ചൊരു ക്യാപ്പ് വെച്ചിട്ട് അങ്ങനെ പണികളൊക്കെ എടുത്തിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ.
നല്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ പൗഡറിൻ്റെ കാര്യം മറക്കണ്ട. അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഹെന്നാപ്പൊടി 2 എടുക്കുകയാണെങ്കിൽ ഇത് ഒന്നേ വേണ്ടൂ. രണ്ടും അളവിന് തുല്യ അളവിന് എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ അത് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊന്നും ഇവിടെ ചെയ്ത് കാണിക്കാത്തത്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഈ ഹെന്നയുടെ ഒക്കെ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരണേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കണില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.